ശ്രീമതി മറിയാമ്മ ഉമ്മൻ, ഗവർണറെ പോയി കണ്ട് താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലുണ്ട്. താങ്കൾ പറഞ്ഞതായി ഞാൻ വായിച്ചത്, യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഉമ്മൻചാണ്ടി ഏറെ പ്രയത്നിച്ചിരുന്നു. ഫലം കാണാതെയാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ ചരമവാർഷിക തലേന്ന് നിമിഷയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നു. വാർത്ത കേട്ടപ്പോൾ മുതൽ വല്ലാത്തൊരു തേങ്ങലാണ്. ആ കുട്ടി നിരപരാധിയാണ്, കുടുക്കിൽപ്പെട്ടതാണ് എന്ന് ഉമ്മൻചാണ്ടിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഗവർണർ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ് എന്നാണ് താങ്കൾ ശ്രീ ആർലേക്കറെ കണ്ണ് നനഞ്ഞുകൊണ്ട് പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ വധശിക്ഷയുടെ തീയതി മാറ്റി എന്ന വിവരം വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ താങ്കൾക്ക് എന്തു തോന്നി? പ്രതീക്ഷയില്ലേ? തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ട്, മോചനം പെട്ടെന്ന് തന്നെ നടക്കും എന്ന്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ എൻ്റെ ആത്മസംതൃപ്തിയുടെ നിമിഷങ്ങളാണ്. നമ്മൾ പാതി വഴിയേ ചെന്നിട്ടുള്ളൂ. ഇതിനകത്ത് ഒരുപാട് ആ ഗവർണറും ഏറ്റവും വേണ്ടപ്പെട്ട രീതിയിൽ അതിനെ ഗവർണർ ഒരുപാട് കോളുകൾ വിളിക്കും. അതെനിക്കറിയാം, വ്യക്തിപരമായിട്ടറിയാം. ഇപ്പോൾ അവസാന നിമിഷം വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഉണ്ടായ ഒരു വല്ലാത്തൊരു വിഷമം. അതാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ ട്രിഗർ ചെയ്തു. എല്ലാവരും അതിൽ ഒന്നാമത്തെ ഗവർണറുടെ കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത് കാന്തപുരം മുസ്ലിയാർ, അവിടുന്ന് അതിനിടെ അദ്ദേഹം, പിന്നെ ഈ ആക്ഷൻ കൗൺസിലുകാർ നിരന്തരമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട്, പിന്നെ ഒരുപാട് പേര് വ്യവസായ പ്രമുഖന്മാർ, ജഡ്ജിമാർ, അഡ്വക്കേറ്റ്സ്, ഒരുപാട് പേര് പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും സംതൃപ്തി തരുന്ന ഒരു കാര്യം, നാളെ ആ കുട്ടിയെ കാണും എന്തെങ്കിലും ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നെങ്കിൽ എനിക്കത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഉമ്മൻചാണ്ടി ലാസ്റ്റ് വരെ ശ്രീ മുരളീധരൻ സാറ് അതിനോടും നിംസ് ഹോസ്പിറ്റലിൽ പറഞ്ഞ ഇതാണ്, നിമിഷപ്രിയയുടെ എങ്ങനെയും മോചനം. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ നടക്കാത്ത എനിക്ക് വലിയ ആശ്വാസമുണ്ട്. പൂർണ്ണമായിട്ട് ഞങ്ങളെല്ലാവരും, കേരളം തന്നെ മൊത്തത്തിൽ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരുപാട് ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവരും ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അതിനെനിക്ക് വലിയ ആശ്വാസമുണ്ട്. പിന്നെ ചാണ്ടിമോൻ അപ്പൻ്റെ മകനാണെന്ന് തെളിയിച്ച ഒരവസരം കൂടിയാണിത്. അതിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ആശ്വാസം കണ്ടെത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ ചാണ്ടിയമ്മൻ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, ഈ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് അദ്ദേഹം. ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കും. ശ്രീ ചാണ്ടിയമ്മൻ എം എൽ എ, പറഞ്ഞോളൂ. ഞാൻ ചാണ്ടിയമ്മൻ, എനിക്ക് പറയാവോ? പറയൂ. ചാണ്ടിയമ്മൻ എം എൽ എയും പിള്ളേരെയൊക്കെ ഞാൻ ഒരുപാട് ശകാരിക്കാറുണ്ട്. അപ്പോൾ വല്ലപ്പോഴും ഒരു അഭിനന്ദനം കൂടെ കൊടുത്തില്ലെങ്കിൽ അപ്പോൾ ശരിക്കും ഞാൻ ആത്മാവിൽ തട്ടി ഞാൻ പറയുകയാണ്, ഉമ്മൻചാണ്ടിയുടെ മകനാന്ന് ഒന്നാമത് കുറേ മോൻ തെളിയിച്ചു കഴിഞ്ഞു. അതിനെനിക്ക് ആ ഒരു ദൈവത്തോട് നന്ദിയുണ്ട്. ഏറ്റവും അധികം നന്ദി എനിക്ക് ദൈവത്തോടാണ്. ഈ മനുഷ്യരീ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരു വ്യക്തിയുടെ മനം മാറ്റം ദൈവത്തിന് മാത്രമല്ലേ സാധിക്കത്തുള്ളൂ. ഒരു അമ്മ എന്ന നിലയിൽ ശ്രീമതി മറിയാമ്മ ഉമ്മൻ, താങ്കൾ ഇപ്പോൾ നൽകിയ അഭിനന്ദനത്തിന് അർഹനാണ് ഈ കാര്യത്തിൽ ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ.